ഓർത്തഡോക്സ് യാക്കോബായ സഭാ പള്ളിത്തർക്കം സംബന്ധിച്ച് കോടതിയലക്ഷ്യ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. യാക്കോബായ സഭയുടെ കൈവശമിരിക്കുന്ന 6 പള്ളികളുടെ കൈവശാധികാരം ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. പള്ളികൾ ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് നടപ്പാക്കുന്നതിന് ഇന്ന് വരെ സ്റ്റേയുണ്ട്. സൈഫുന്നിസ അലിയാർ തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സൈഫുന്നിസ, ഏതായാലും ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭാ പള്ളിത്തർക്കം സംബന്ധിച്ച അപ്പീൽ കോടതിയലക്ഷ്യ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. എന്തെല്ലാം കാര്യങ്ങളായിരിക്കും കോടതിയുടെ പരിഗണനയിലേക്ക് വരിക? തുളസി, പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയെ വീണ്ടും ഈ ഹർജി പരിഗണിക്കാനുള്ള ഒരു സാഹചര്യം എത്തി നിൽക്കുന്നത് ഓഗസ്റ്റ് 30 ജസ്റ്റിസ് VG അരുൺ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതായത് 2022 ഈ ഓർത്തഡോക്സ് വിഭാഗത്തെയും പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് അനുവദിക്കണം എന്ന ഒരു ഉത്തരവുണ്ടായിരുന്നു. ഈ ഉത്തരവ് പാലിക്കപ്പെട്ടില്ല എന്ന നഗ്നമായ ലംഘനം ഈ ഉത്തരവിന്മേൽ നടന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഓഗസ്റ്റ് 30 ഈ പള്ളികൾ ഏറ്റെടുക്കാൻ അതാത് ജില്ലാ കളക്ടർമാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അതായത് കേരളത്തിലെ 6 പള്ളികൾ കളക്ടർമാർ ഏറ്റെടുക്കണം എന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ഓഗസ്റ്റ് 30 പാലക്കാട്, എറണാകുളം ജില്ലാ കളക്ടർമാരെയാണ് ഈ പള്ളികൾ ഏറ്റെടുക്കാൻ നിർദ്ദേശിക്കുകയും ഉത്തരവിടുകയും ചെയ്തത്. പക്ഷേ സെപ്റ്റംബർ 25 ഈ യാക്കോബായ വിശ്വാസികൾ കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് 10 ദിവസത്തേക്ക് ഇടക്കാല ഉത്തരവ് നേടുകയും ചെയ്തു. അതായത് ജസ്റ്റിസ് VG അരുണിന്റെ ഈ പള്ളികൾ ഏറ്റെടുക്കണമെന്ന ഉത്തരവിന് ഇടക്കാല സ്റ്റേ വാങ്ങുകയും ചെയ്തു. ആ ഇടക്കാല സ്റ്റേ ഇന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ജസ്റ്റിസ് VG അരുൺ ഈ വിഷയം വീണ്ടും പരിഗണിച്ചപ്പോൾ പറഞ്ഞത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പള്ളികൾ ഏറ്റെടുത്തില്ല എങ്കിൽ നടപടി ഉണ്ടാകും. ജില്ലാ കളക്ടർമാരും ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ കോടതിയിൽ എത്തേണ്ടി വരും എന്നുള്ളതാണ്. പ്രധാനമായും 6 പള്ളികൾ എന്ന് പറയുന്നത് ഓടക്കാലി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയും, പുളിത്താനം സെന്റ് ജോൺസ് ബെസ്പേജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയും, മഴുവന്നൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുമാണ് എറണാകുളം ജില്ലയിൽ ജില്ലാ കളക്ടർ ഏറ്റെടുക്കേണ്ടത്. ഒപ്പം പാലക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയും, മംഗലം ഡാമും, ഇർക്കിൻചിറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി, ചെറുകുന്നം സെന്റ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി എന്നിവ ഏറ്റെടുക്കാനാണ്. അതായത് ഈ മംഗലം ഡാമിലെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി അടക്കമുള്ളവ ഏറ്റെടുക്കാനാണ് നിലവിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിന് ആവശ്യമായ പോലീസുകാരെ നൽകുവാനായി അതാത് ജില്ലാ പോലീസ് മേധാവിമാർക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഹൈക്കോടതി ഉത്തരവായിരുന്നു സെപ്റ്റംബർ 25 സ്റ്റേ വാങ്ങിയത് 10 ദിവസത്തേക്ക്. ഇന്ന് ഈ സ്റ്റേ നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾക്കകം ഒരാഴ്ചക്കകം ഇത് പള്ളികൾ ഏറ്റെടുത്തില്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നത്. ഇനി വീണ്ടും ഈ ജസ്റ്റിസ് VG അരുണിന്റെ ഉത്തരവിന്മേൽ ഒരു സ്റ്റേ നീട്ടി കിട്ടുമോ എന്നുള്ളതാണ് ഈ യാക്കോബായ വിശ്വാസികൾ നോക്കിക്കാണുന്നത്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ പള്ളി തർക്കം സംബന്ധിച്ച കോടതിയലക്ഷ്യ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിശദാംശങ്ങളാണ് സൈഫുന്നിസ അലിയാർ നൽകിയത്.